ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ ഓൾജിബ്രയിലെ മറ്റൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ലെറ്റ് വെക്റ്റർ എ, വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ സി ബി എനി ത്രീ വെക്റ്റേഴ്സ്. ദ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി, ദാറ്റ് ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി is called scalar triple product of vector A, vector B and vector C and is denoted by vector A, vector B, vector C. അതായത് വെക്റ്റർ എ, വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ സി എന്ന് പറഞ്ഞ മൂന്ന് വെക്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ സ്കേലാർ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വെക്റ്റർ എ എന്നും അതുപോലെ തന്നെ വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി എന്നാണ്. അതായത് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. ഇതാണ് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വെക്റ്റർ എ കോമ വെക്റ്റർ ബി കോമ വെക്റ്റർ സി. ഇതിനെ നമ്മൾ വായിക്കുന്നത് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്നാണ്. ഈ ബോക്സ് പ്രൊഡക്റ്റ് എന്നും ഇതിനെ നമുക്ക് പറയാറുണ്ട്. ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ആണ്. അതായത് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി ഫൈൻഡ് ചെയ്യാനായിട്ട് വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ആ കിട്ടുന്ന ആൻസറും വെക്റ്റർ എയുടെയും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. അപ്പം നമ്മൾ ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഇവിടെ രണ്ടും മിക്സ് ചെയ്ത് വന്നു. നെക്സ്റ്റ് നമുക്ക് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് റിസൾട്ട്സുകളൊന്ന് ചെക്ക് ചെയ്യാം. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ആ പേരിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോക്സ് പ്രൊഡക്റ്റിനെ നമുക്കൊരു സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഈ സ്കേലാർ ക്വാണ്ടിറ്റീസ് ഒരു വെക്റ്റർ ഫോമിലാണ് തരുന്നതെങ്കിൽ ഈ ബോക്സ് പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. അത് വെക്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് വെക്റ്റർ എ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k ആൻഡ് വെക്റ്റർ ബി ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k. then vector c equal to c1i plus c2j plus c3k. ഈ ഫോമിലാണ് നമുക്ക് ഇവിടെ വെക്ടേഴ്സ് തരുന്നതെങ്കിൽ അതിൻ്റെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ് ഓഫ് a1 a2 a3 b1 b2 b3 c1 c2 c3. അതായത് ഫസ്റ്റ് റോയിൽ ഇവിടുത്തെ ഫസ്റ്റ് വെക്ടറിൻ്റെ കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻസ്, ദെൻ സെക്കൻഡ് വെക്ടറിൻ്റെ കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻസ്, തേർഡ് വെക്ടറിൻ്റെ കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻസ്. സെക്കൻഡ് റിസൾട്ട് box product of vector A, vector B, vector C equal to box product of vector B, vector C, vector A and box product of vector C, vector A, vector B. ഈ മൂന്ന് ബോക്സ് പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കുന്നതാണ് പറയുന്നത്. അതായത് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി ആണ്. അതായത് ഈ ഫസ്റ്റ് വെക്റ്ററിനെ നമ്മൾ അതുപോലെ തന്നെ നിർത്തി ഡോട്ട് സെക്കൻഡ് വെക്ടറും തേർഡ് വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും? ഫസ്റ്റ് വെക്ടർ വെക്ടർ ബി ഡോട്ട് സെക്കൻഡ് വെക്ടറും തേർഡ് വെക്ടറിന്റെയും ക്രോസ് പ്രൊഡക്റ്റ്, ദാറ്റ് വെക്ടർ സി ക്രോസ് വെക്ടർ. അതുപോലെ തന്നെ തേർഡ് ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ വരും? വെക്ടർ സീനെ അതുപോലെ തന്നെ നിർത്തി ഡോട്ട് സെക്കൻഡ് വെക്ടർ വെക്ടർ എ ക്രോസ് തേർഡ് വെക്ടർ വെക്ടർ ബി. ഈ മൂന്ന് ബോക്സ് പ്രൊഡക്റ്റിന്റെയും ആൻസർ സെയിം ആയിരിക്കുന്നതാണ് നമ്മളോട് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി. ഇനി സെക്കൻഡ് ബോക്സ് പ്രൊഡക്റ്റ് എന്താ വന്നിരിക്കുന്നത്? വെക്റ്റർ ബി, വെക്റ്റർ സി, വെക്റ്റർ എ. ഇതെങ്ങനെയാണ് ഈക്വൽ ആവാൻ നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് a1 a2 a3 b1 b2 b3 ആൻഡ് c1 c2 c3 ആണുള്ളത്. ദെൻ ഇവിടെ വെക്റ്റർ ബി ആണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ ഈ സെക്കൻഡ് റോനെ ഫസ്റ്റ് റോയായിട്ടും ഫസ്റ്റ് റോനെ സെക്കൻഡ് റോയിലോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പം നമുക്കറിയാം ഡിറ്റർമിനൻസിൽ റോസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? ഒരു മൈനസ് സൈൻ വരും. അപ്പം ഇതിന് നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡിറ്റർമിനന്റ് b1 b2 b3 a1 a2 a3 then c1 c2 c3. ഇവിടെ ഫസ്റ്റ് റോയിൽ ഏത് വന്നു? വെക്റ്റർ ബി വന്നു. ദെൻ സെക്കൻഡ് റോയില് വെക്റ്റർ എ വന്നു. തേർഡ് റോയില് വെക്റ്റർ സി വന്നു. നമുക്ക് വേണ്ടത് സെക്കൻഡ് റോയില് വെക്റ്റർ സി വരണം.
എഗെയിൻ ഞാനിവിടെ ഇൻ്റർചേഞ്ച് ചെയ്യണം. എഗെയിൻ ഇവിടെ എന്ത് വരും? ഒരു മൈനസ് സൈൻ വരും. ദെൻ മൈനസും ചേർന്ന് പ്ലസ് ആവും. ദിസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനൻറ്റ് B1, B2, B3, C1, C2, C3, then A1, A2, A3. അപ്പം ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് വെക്റ്റർ ബി, സെക്കൻഡ് റോ വെക്റ്റർ സി, തേർഡ് റോ വെക്റ്റർ എ. സോ നമുക്ക് എന്ത് പറയാം? ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്ന് പറഞ്ഞാൽ ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ ബി, വെക്റ്റർ സി, വെക്റ്റർ എ ആയിരിക്കും. അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഈ ഫസ്റ്റ് വെക്ടറും ഈ സെക്കൻഡ് ഡിറ്റർമിനന്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എന്ത് പറയാം? ദിസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഓഫ് ഫസ്റ്റ് റോയില് വെക്റ്റർ ബി, സെക്കൻഡ് റോയില് വെക്റ്റർ എ, തേർഡ് റോയില് വെക്റ്റർ സി. അതായത് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ ബി, വെക്റ്റർ എ, വെക്റ്റർ സി ആയിരിക്കും. അതായത് ഈ ബോക്സ് പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രണ്ട് വെക്റ്റേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് വരും? ഒരു മൈനസ് സൈൻ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെയാണ് ബോക്സ് പ്രൊഡക്റ്റിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഓരോ ഇൻ്റർചേഞ്ചിലും ഓരോ മൈനസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാം. ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ എ, വെക്റ്റർ ബി. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് വെക്റ്റേഴ്സ് സെയിം ആണ്. അതായത് ഇത് ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് ഓഫ് A1, A2, A3, അഗെയിൻ A1, A2, A3, ദെൻ B1, B2, B3. ഡിറ്റർമിനൻ്റിൽ രണ്ട് റോ സെയിം ആയിട്ട് വരാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ എ, വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ 0. അതായത് ബോക്സ് പ്രൊഡക്റ്റിലെ ഏതെങ്കിലും രണ്ട് വെക്റ്റേഴ്സ് സെയിം ആണെങ്കിൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ഇഫ് വെക്റ്റർ എ, വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ സി ആർ കൊപ്ലാനർ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി ഈക്വൽ ടു 0. അതായത് വെക്റ്റർ എയും വെക്റ്റർ ബിയും വെക്റ്റർ സിയും കൊപ്ലാനർ ആണെങ്കിൽ അതിൻ്റെ ബോക്സ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. കൊപ്ലാനർ എന്ന് വെച്ചാൽ ഒരേ പ്ലെയിനിലെ വെക്റ്റേഴ്സ് ആണ് വെക്റ്റർ എയും വെക്റ്റർ ബിയും വെക്റ്റർ സി ആണെങ്കിൽ അതിൻ്റെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് വോളിയം ഓഫ് ദ പാരലോപ്പിപ്പഡ്. പാരലോപ്പിപ്പഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂബ് എന്താണെന്നറിയാം. അതായത് എല്ലാ സൈഡും സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ജോമെട്രിക്കൽ ഷേപ്പ്. അതുപോലെ തന്നെ പാരലോപ്പിപ്പഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും പാരലോഗ്രാം ആയ ഒരു ജോമെട്രിക്കൽ ഷേപ്പിനെയാണ് നമ്മൾ പാരലോപ്പിപ്പഡ് എന്ന് പറയുന്നത്. അതിൽ 3 എഡ്ജസ് വെക്റ്റർ എയും വെക്റ്റർ ബിയും വെക്റ്റർ സി ആണെങ്കിൽ ആ പാരലോപ്പിപ്പഡിന്റെ വോളിയം കാണുന്നതിന് ഫോർമുല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി. അതായത് 3 വെക്റ്റേഴ്സ് തന്നിട്ട് അത് പാരലോപ്പിപ്പഡിന്റെ സൈഡ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്ത് ആണ്? ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി. ഇനി ബോക്സ് പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് A1, A2, A3, B1, B2, B3 and C1, C2, C3. നെക്സ്റ്റ് നമുക്ക് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോളിയം ഓഫ് എ പാരലോപ്പിപ്പഡ് ഹൂസ് coterminous edges are given by vector A equal to 2i plus j plus 3k, vector B equal to minus I plus 2j plus k and vector C equal to 3i plus j plus 2k. ഈ വോളിയം ഓഫ് എ പാരലോപ്പിപ്പഡ് കാണാനായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കോട്ടർമിനൻസ് എഡ്ജസ് തന്നിട്ടുണ്ട്. അതായത് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സിയും തന്നിട്ടുണ്ട്. നമുക്ക് 3 വെക്ടേഴ്സ് തന്നാൽ വോളിയം ഓഫ് എ പാരലോപ്പിപ്പഡ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി ആണെന്നറിയാം. ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് A1, A2, A3, B1, B2, B3 ആൻഡ് C1, C2, C3 ആണ് നമ്മൾ പഠിച്ചു. ഇവിടെ A1, A2, A3 എന്ന് പറഞ്ഞാൽ വെക്ടർ എയുടെ കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് 2, 1, 3. ദെൻ B1, B2, B3 that is minus 1, 2, 1. Then C1, C2, C3 that is 3, 1, 2. നമുക്ക് അതിൻ്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 2 into 2 4 minus 1 minus 1 into minus 1 into 2
minus 2 minus 3 plus 3 into minus 1 minus 6. That's equal to 2 into 4 minus 1 3 minus 1 into minus 2 minus 3 minus 5 plus 3 into minus 1 minus 6 minus 7. That's equal to 6 plus 5 minus 21. That's equal to minus 10. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പാരലോപിപ്പറ്റിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് -10 ആണ്. ദെൻ വോളിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് എടുക്കുള്ളൂ? therefore വോളിയം ഓഫ് എ പാരലോപിപ്പഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10. വോളിയം ആയതുകൊണ്ട് തന്നെ ക്യൂബിക് യൂണിറ്റ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇത്ര അറിഞ്ഞാൽ മതി. വോളിയം ഓഫ് എ പാരലോപിപ്പഡ് എന്ന് പറഞ്ഞാൽ അത് ബോക്സ് പ്രൊഡക്റ്റ് ആണ്. ബോക്സ് പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല പഠിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ കോഎഫിഷ്യൻസ് അവിടെ ഡിറ്റർമിനൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഡിറ്റർമിനൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. മൈനസ് വന്നാൽ ആ മൈനസ് കളഞ്ഞിട്ടുള്ള വാല്യൂസ്, അതായത് പോസിറ്റീവ് ക്വാണ്ടിറ്റി മാത്രം നമുക്ക് വോളിയം ആയിട്ട് എടുത്ത് എഴുതാം. Second question, show that the vectors vector A equal to I minus 2j plus 3k, vector B equal to minus 2i plus 3j minus 4k, and vector C equal to I minus 3j plus 5k are coplanar. അതായത് ഇവിടെ നമുക്ക് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ 3 വെക്ടേഴ്സും കോപ്ലാനർ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം 3 വെക്ടേഴ്സ് തന്നാൽ അത് കോപ്ലാനർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി? ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ബോക്സ് പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ദാറ്റ് ഈസ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് a1, a2, a3, b1, b2, b3, c1, c2, c3. ദാറ്റ്സ് ഈക്വൽ ടു ഓരോന്നിൻ്റെ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെക്ടർ എയുടെ കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻസ് 1, -2, 3. വെക്ടർ ബിയുടെ കമ്പോണൻസിൻ്റെ കോഎഫിഷ്യൻസ് -2, 3, -4. വെക്ടർ സിയുടെ കമ്പോണൻസിന്റെ കോഎഫിഷ്യൻസ് 1, -3, 5. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 1 into 15, 3 into 5, 15 -4 into -3 plus 12 മൈനസ് ഇവിടെ ഒരു -2 ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് -2 into -2 into 5 -10 മൈനസ് 1 into -4 -4 പ്ലസ് 3 into -2 into -3 6 minus 3 into 1 3. That's equal to 15 minus 12, that is 3. Minus of minus plus 2 into -10 minus of -4, that is -10 plus 4 minus 6 plus 3 into 6 minus 3 3. That's equal to 3 plus 2 into -6 minus 12 plus 3 into 3 9. That's equal to 3 minus 12 plus 9. That's equal to 0. അതായത് ഈ ബോക്സ് പ്രൊഡക്റ്റ് എന്തായി കിട്ടി? നമുക്ക് 0 ആയി. ബോക്സ് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ 3 വെക്ടേഴ്സ് ആർ കോപ്ലാനാർ. Third question, find the value of lambda if the vectors vector A equal to I minus j plus k, vector B equal to 3i plus j plus 2k, vector C equal to I plus lambda j minus 3k are coplanar. അതായത് നമുക്കിവിടെ 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ 3 വെക്ടേഴ്സും കോപ്ലാനാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 3 വെക്ടേഴ്സ് കോപ്ലാനാർ ആണെങ്കിൽ അതിന്റെ ബോക്സ് പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും അറിയാം. ഇനി ബോക്സ് പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് a1, a2, a3, b1, b2, b3, then c1, c2, c3. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 -1 1, then vector b എന്ന് പറഞ്ഞാൽ 3 1 2, then vector c 1 lambda -3. ഇതെന്ന് പറഞ്ഞാൽ 0 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് കോപ്ലാനർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. therefore 1 into -3 -3 minus 2 lambda minus -1 into 3 into -3 -9 minus 1 into 2 2 plus 1 into 3 into lambda 3 lambda minus 1 equal to 0. ഇതിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് -3 -2 lambda minus of minus plus 1 into -9 -2, that is -11 plus 1 into 3 lambda minus 1, അത് അതുപോലെ തന്നെ എഴുതാം. 3 lambda minus 1 equal to 0.
that is minus 3 minus 2 lambda 1 into minus 11 minus 11 plus 1 into 3 lambda 3 lambda 1 into minus 1 minus 1 equal to 0. ഇവിടെ നമുക്ക് minus 2 lambda ഉണ്ട് plus 3 lambda ഉണ്ട്, that is lambda. Constant terms എന്ന് പറയുന്നത് minus 3 minus 11 minus 1, that is minus 3 minus 11 minus 14 minus 1 minus 15 equal to 0. Therefore lambda equal to എന്ത് കിട്ടും? minus 15 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 15. Therefore lambda വാല്യൂ എന്ന് പറഞ്ഞാൽ that is 15. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് box product of vector a plus vector b, vector b plus vector c plus vector a equal to 2 into box product of vector a, vector b, vector c. ഇവിടെ നമുക്കൊരു പ്രൂഫാണ് ആവശ്യം. സോ നമുക്ക് ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് LHS ഈക്വൽ ടു, ഇവിടെ LHS എന്ന് പറഞ്ഞാൽ എന്താണ്? ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ എ. ഇനി നമുക്കറിയാം ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ സി ആണ്. ഇവിടെ വെക്ടർ എയുടെ പ്ലേസിൽ എഴുതാനുള്ളത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. അപ്പൊ നമുക്ക് ആ ഡെഫിനേഷൻ അനുസരിച്ച് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ക്രോസ് വെക്ടർ സി പ്ലസ് വെക്ടർ എ. This equal to ഈ ടൈമിന് അതുപോലെ തന്നെ നിർത്താം. ദാറ്റ് ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് ഈ ക്രോസ് പ്രൊഡക്റ്റ് ഇതിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് ഈ വെക്ടർ ബി കൊണ്ട് ഈ വെക്ടർ സി പ്ലസ് വെക്ടർ എനെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് വെക്ടർ ബി ക്രോസ് വെക്ടർ സി പ്ലസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് ഇനി വെക്ടർ സി കൊണ്ട് വെക്ടർ സി പ്ലസ് വെക്ടർ എനെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് വെക്ടർ സി ക്രോസ് വെക്ടർ സി പ്ലസ് വെക്ടർ സി ക്രോസ് വെക്ടർ എ. ദിസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇതിനെ അതുപോലെ തന്നെ നിർത്തി ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ സി അതിനതുപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് വെക്ടർ ബി ക്രോസ് വെക്ടർ സി പ്ലസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ അതിനതുപോലെ തന്നെ എഴുതി വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ സി ക്രോസ് വെക്ടർ സി. അതായത് രണ്ട് വെക്ടേഴ്സും സെയിം ആണ്. രണ്ട് വെക്ടേഴ്സ് സെയിം ആണെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടൈം എന്തായി മാറും? 0 ആയിട്ട് മാറും. ബാലൻസ് ഇവിടെ എന്തുണ്ട്? വെക്ടർ സി ക്രോസ് വെക്ടർ എ. ദിസ് ഈക്വൽ ടു നെക്സ്റ്റ് നമുക്ക് ഈ വെക്ടർ എ പ്ലസ് വെക്ടർ ബി കൊണ്ട് ഇതിലെ ഓരോ ടൈമിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. അപ്പൊ ആദ്യം ഇത് വരും വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ സി പ്ലസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ എ ഡോട്ട് വെക്ടർ സി ക്രോസ് വെക്ടർ എ. അതായത് ഈ വെക്ടർ എ കൊണ്ട് ഇതിൽ ഓരോ ടൈമിനും, അതായത് ഇവിടെ പ്ലസ് ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ടൈമിനും ഡിവിഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഈ വെക്ടർ ബി വെക്ടർ സി എന്ന് പറഞ്ഞാൽ ഒരു ടൈം, വെക്ടർ ബി ക്രോസ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം, ദെൻ വെക്ടർ സി ക്രോസ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ തേർഡ് ടൈം. ഈ ഓരോ ടൈമിനും നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. നെക്സ്റ്റ് വെക്ടർ ബി കൊണ്ടും ഓരോ ടൈമിനും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ദിസ് പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ സി പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ സി ക്രോസ് വെക്ടർ എ. ദിസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് ടൈം നോക്കിയേ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ സി. ഇതെന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി ആണ്. പ്ലസ് അടുത്ത ടൈം എന്താ? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. അതിന് നമുക്ക് എന്ത് എഴുതാം? ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ എ പ്ലസ് നെക്സ്റ്റ് ടൈം വെക്ടർ എ ഡോട്ട് വെക്ടർ സി ക്രോസ് വെക്ടർ എ. അതിന് നമുക്ക് എന്ത് എഴുതാം? വെക്ടർ എ വെക്ടർ സി വെക്ടർ എ പ്ലസ് നെക്സ്റ്റ് ടൈം വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ സി. ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ ബി വെക്ടർ സി പ്ലസ് നെക്സ്റ്റ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി ക്രോസ് വെക്ടർ എ. ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ ബി വെക്ടർ എ പ്ലസ് നെക്സ്റ്റ് ടൈം വെക്ടർ ബി ഡോട്ട് വെക്ടർ സി ക്രോസ് വെക്ടർ എ. ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ ബി വെക്ടർ സി വെക്ടർ എ. ദിസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ
ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി പ്ലസ് ഇവിടെ നോക്കിയേ ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ എ. ഇവിടെ ഈ ബോക്സ് പ്രൊഡക്റ്റിൽ വെക്ടർ എ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലും തേർഡ് റോയിലും വന്നിട്ടുണ്ട്. സോ ഒരു വെക്ടർ തന്നെ ഒന്നിൽ കൂടുതൽ, അതായത് ഇവിടെ 2 റോയില് വെക്ടർ എ വന്നാൽ ഈ ബോക്സ് പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് പോകും. ഈ ബോക്സ് പ്രൊഡക്റ്റിന്റെ വാല്യൂ 0 ആയിട്ട് പ്ലസ് നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റ് റോയിലും തേർഡ് റോയിലും വെക്ടർ എ വന്നിട്ടുണ്ട്. ഈ ബോക്സ് പ്രൊഡക്റ്റിന്റെ വാല്യൂ 0 പ്ലസ് നെക്സ്റ്റ് ബോക്സ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും വെക്ടർ ബി ഉണ്ട്. സോ ഇതിന്റെ വാല്യൂ 0 പ്ലസ് നെക്സ്റ്റ് ടേമിലും ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും വെക്ടർ ബി ആണ്. ഈ ബോക്സ് പ്രൊഡക്റ്റും 0 ആയിട്ട് പോകും പ്ലസ് നെക്സ്റ്റ് ബോക്സ് പ്രൊഡക്റ്റ് വെക്ടർ ബി വെക്ടർ സി വെക്ടർ എ ആണ്. അപ്പൊ അതുപോലെ തന്നെ എഴുതി ദാറ്റ് ഈസ് വെക്ടർ ബി വെക്ടർ സി വെക്ടർ എ. ദിസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ ബി വെക്ടർ സി വെക്ടർ എ. ഇവിടെ നോക്കി, ഇവിടെ ബോക്സ് പ്രൊഡക്റ്റില് വെക്ടർ എ ഫസ്റ്റ് റോ, സെക്കൻഡ് റോയില് വെക്ടർ ബി, തേർഡ് റോയില് വെക്ടർ സി. ഈ ടൈമിലാണെങ്കിൽ ഫസ്റ്റ് റോയില് വെക്ടർ ബി, സെക്കൻഡ് റോയില് വെക്ടർ സി, തേർഡ് റോയില് വെക്ടർ എ ആണ്. സോ ഞാൻ ഈ ബോക്സ് പ്രൊഡക്റ്റിനെ ഈ ഫസ്റ്റ് ബോക്സ് പ്രൊഡക്റ്റ് പോലെ എഴുതാൻ പോവാണ്. അതായത് ദിസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി പ്ലസ് ഈ തേർഡ് കിടക്കുന്ന വെക്ടർ എനെ ഞാൻ സെക്കൻഡ് റോയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ തേർഡ് റോനെ സെക്കൻഡ് റോ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് വെക്ടർ ബി വെക്ടർ എ വെക്ടർ സി. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഫസ്റ്റ് റോയിലാണ് വെക്ടർ എ വേണ്ടത്. ഇവിടെ സെക്കൻഡ് റോയിലാണ് വെക്ടർ എ കിടക്കുന്നത്. സോ എഗെയിൻ ഈ സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും കൂടി ഒരു ഇന്റർചേഞ്ച് നടത്തണം. ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി പ്ലസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ദെൻ ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എഗെയിൻ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് -1 ഇൻറ്റു -1 ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി. ഈ -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി. ഇതിന് നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി എന്ന് എഴുതാം. ഇതാണല്ലോ നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈക്വൽ ടു RHS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി വെക്ടർ ബി പ്ലസ് വെക്ടർ സി വെക്ടർ സി പ്ലസ് വെക്ടർ എ ആർ കോപ്ലാനർ ഇഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി ആർ കോപ്ലാനർ. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സിയും കോപ്ലാനർ ആണ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ കോപ്ലാനർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സിയും കോപ്ലാനർ ആണെങ്കിൽ അതിന്റെ ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഈ വാല്യൂസ് കോപ്ലാനർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ എ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇതിന്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ അവിടെ ചെയ്ത പ്രൂഫ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കണം. ഇതൊരു 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രൂഫ് ഇവിടെ വേണം. ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ ദിസ് ഈക്വൽ ടു 2 ഇൻറ്റു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ എ ബി സി കോപ്ലാനർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബോക്സ് പ്രൊഡക്റ്റ് 0 എന്ന് പറയും. ദാറ്റ് ഈസ് 2 ഇൻറ്റു 0 0. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ എ 0 ആണ്. സോ ഈ 3 വെക്ടേഴ്സും കോപ്ലാനർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി പ്ലസ് വെക്ടർ ഡി ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ സി പ്ലസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ വെക്ടർ ബി വെക്ടർ ഡി. ഇവിടെ നമുക്കൊരു പ്രൂഫാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമിനൻസിലൊരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.
ഇനി ഇത് ഡിറ്റർമിനൻസ് അല്ലാതെ തന്നെ നമുക്ക് ബോക്സ് പ്രൊഡക്റ്റ് ആയിട്ടും ഇതിൻ്റെ പ്രൂഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ LHS കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് LHS ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി പ്ലസ് വെക്റ്റർ ഡി. ദിസ് ഈക്വൽ ടു ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സിനെ നമുക്ക് എന്ത് എഴുതാം? വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി. ഇവിടെ സിയുടെ പ്ലേസിൽ വെക്റ്റർ സി പ്ലസ് വെക്റ്റർ ഡി ആണ്. ദിസ് ഈക്വൽ ടു ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് വെക്റ്റർ എ ഡോട്ട് ഇവിടെ എന്ത് വരും? വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ ഡി. ദെൻ ഡോട്ട് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ ഡി. ദിസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സിനെ നമുക്ക് എന്ത് എഴുതാം? ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ ഡിനെ നമുക്ക് വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ ഡി എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താണല്ലോ ഇവിടുത്തെ RHS. ദിസ് ഈക്വൽ ടു RHS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് I ഡോട്ട് ജെ ക്രോസ് കെ ഈക്വൽ ടു 1. ഇതൊരു റിസൾട്ടും കൂടിയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് LHS ഈക്വൽ ടു I ഡോട്ട് ജെ ക്രോസ് കെ. ദിസ് ഈക്വൽ ടു I ഡോട്ട് ജെ ക്രോസ് കെ. അതായത് നമ്മൾ വെക്റ്ററിന്റെ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ അത് I തന്നെയാണ്. ദാറ്റ് ഈസ് I ഡോട്ട് I ഡോട്ട് I എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതാണല്ലോ RHS എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ I ഡോട്ട് ജെ ക്രോസ് കെ നെ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് I ജെ കെ. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് ജെ കെ ഐ എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും. അതുപോലെ തന്നെ ബോക്സ് പ്രൊഡക്റ്റ് ഓഫ് കെ ഐ ജെ എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും. ഇതൊരു റിസൾട്ടാണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഈ റിസൾട്ട് വന്നിരിക്കുന്ന വഴിയാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇതിലെ പ്രോബ്ലംസ് വളരെ ചുരുക്കം മാത്രമാണ് ചോദിക്കാറുള്ളത്. എന്നാലും ഇതിൽ ചോദിക്കാറുള്ള 1-2 പ്രോബ്ലംസ് ആണ് വോളിയൂം ഓഫ് എ പാരലോഗ്രാം, അതുപോലെ തന്നെ കോപ്ലാനർ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻസ്. വെക്ടർ നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.